എൻ്റെ പേര് മോളി കുര്യാക്കോസ്. ഞാൻ പിറവത്ത് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി പിറവം. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 14, 2022 ഒക്ടോബർ 14 എനിക്ക് ഉടമ്പടി എടുത്ത് കൃപാസമാധാനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി 30 വർഷമായിട്ട് മദ്യപാനത്തിൻ്റെ അടിമയായിരുന്നു. ഞാൻ പല പള്ളികളിലും ഒത്തിരി പ്രാർത്ഥനാലയങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നൊന്നും ഒരു മാറ്റവും കിട്ടിയിട്ടില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം പാടെ മാറി കിട്ടുകയുണ്ടായി. രണ്ടാമതായി എൻ്റെ മകന് വിദേശത്ത് പോകുവാനായിട്ട് സാധിച്ചു. അവൻ വിദേശത്ത് ഇപ്പം നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് എൻ്റെ മൂത്ത മകൻ വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് പോയിട്ട് അവിടെ സാലറിയില്ല, ജോലിയൊന്നും മോശമായതുകൊണ്ട് അവനവിടെ വലയുകയായിരുന്നു. അവിടെ നിന്ന് അവൻ എങ്ങനെയാലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ വരുന്നില്ല, സാലറിയൊന്നുമില്ല, ശമ്പളം ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ആദ്യ ഉടമ്പടി എടുത്ത് 90ാമത്തെ ദിവസം തന്നെ 14-ാം തീയതി ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് രാത്രി 11:30 മണിയായപ്പോൾ തന്നെ അവൻ വീട്ടിലെത്തുകയുണ്ടായി. അതൊരു വലിയ സാക്ഷ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്തതായി എൻ്റെ ആ മോന് തന്നെ നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത 7ാമത്തെ മാസമാണ് അവന് ഒരു നല്ല ജീവിത പങ്കാളിയെ കൊടുക്കുകയും അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. പിന്നീട് എൻ്റെ കാൽമുട്ട് വേദനയുണ്ടായിരുന്നു. അതും എല്ലാം അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത 5 മാസം ഞാനൊരു ട്രാവലർ വിളിച്ച് 14, 15 ഒക്കെ എണ്ണമായിട്ട് ഞങ്ങൾ ഇവിടെ വരികയുണ്ടായി. എല്ലാ മാസവും അടുപ്പിച്ച് വന്നു. ഇന്നും അതുപോലെ തന്നെ ഞങ്ങൾ 15 പേരുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തി അനാഥാലയത്തിൽ 2 അനാഥാലയത്തിൽ പോയി അവർ രോഗ സന്ദർശനം നടത്തുകയും അവരെ കാണുകയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതെല്ലാം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത്. അതിനെല്ലാം അമ്മ മാതാവിനോടും യേശുവപ്പനോടും 1000 നന്ദി പറയുന്നു. ഈ മുട്ടുവേദന അത് എത്ര വർഷമായിട്ടുള്ളതാണ്? മുട്ടുവേദന 5-8 വർഷമായിട്ടുണ്ടായിരുന്നു. മുട്ടുവേദനയാണ്. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. മുട്ടിന് നടക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആശുപത്രി പോയി ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് മാറാതിരുന്ന് കൃപാസനത്തിൽ വന്ന് തൈലം പുരട്ടുകയും അതിൻ്റെ ഉപ്പ് കഴിക്കുകയും തേൻ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം മുട്ടിനൊരു കുഴപ്പമില്ല. എൻ്റെ മുട്ടുവേദന മാറി കിട്ടി. എൻ്റെ പേര് മിനി. ഞാൻ എറണാകുളം ജില്ലയിലെ മേക്കാട് ഇടവിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മെയ് 31-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിലാദ്യത്തെ നിയോഗം വെച്ചേക്കണത് എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ സർജറിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അമ്മയുടെ ഒരു കണ്ണ് തിമിരം വന്ന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കണ്ണിൻ്റെ തിമിരം വന്നിട്ട് കാഴ്ച ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 20,000 രൂപ വേണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ വളം കൊണ്ട് പണയം വെച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലാർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ അത് നീണ്ടുപോയി, 1 കൊല്ലത്തോളം വീണ്ടും നീണ്ടുപോയി. അതിനുശേഷം വീണ്ടും അപ്പം അമ്മയ്ക്ക് ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അമ്മോട് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ കുടുംബശ്രീയിലൊന്നുമില്ല, പക്ഷേ അമ്മച്ചിൻ്റെ കുടുംബശ്രീയിലുള്ളത്. അങ്ങനെ പൈസ കുറച്ച് കുടുംബശ്രീയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഇച്ചിരി പൈസ സ്വർണ്ണം പണയം വെച്ച് അങ്ങനെ അമ്മയുടെ ആദ്യത്തെ കണ്ണ് സർജറി ചെയ്തു. അത് കഴിഞ്ഞ് സർജറി ചെയ്ത് 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് പ്രഷർ കൂടിയപ്പോൾ ആ ലെൻസ് പൊങ്ങിപ്പോന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിത് ചെയ്യേണ്ട, ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് അഡ്മിറ്റായി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് സർജറി ചെയ്തത്. സർജറി ചെയ്യുന്ന സമയത്ത് അമ്മ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയണതും എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ശരിക്കും അതറിയാൻ പറ്റുന്നുണ്ട്. കാരണം ആ സമയത്ത് അമ്മച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തലേദിവസം
അത്രയും ബുദ്ധിമുട്ട്. അമ്മ ഒന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മയെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാർ വരെ രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട്. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ അമ്മയുടെ ഈ കണ്ണിൻ്റെ കാര്യം വളരെ നിസ്സാരമായിട്ട് അമ്മ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കുള്ളിൽ ഒരു ഭയമുണ്ട്. എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്കൊരു എനിക്ക് ആ സമയത്ത് എങ്ങനെയാണ് ധൈര്യം വെച്ചതെന്ന് എനിക്ക് മാതാവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് വന്ന ആ ധൈര്യം ആ സമയത്ത് ഞാൻ മാതാവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ആ കണ്ണ് സർജറി ചെയ്തു. അന്ന് ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി ഡിസ്ചാർജായി. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച ചെന്ന് പിന്നെ ഗ്ലാസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനിടയ്ക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പെയിൻ കില്ലർ വെച്ചിട്ടാണ് സർജറി ചെയ്തത്. അപ്പം ആ പെയിൻ കില്ലറെല്ലാം തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അത് പുരട്ടി കൊടുത്തു. അങ്ങനെ ഇപ്പം അമ്മയുടെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ണിന് സുഖപ്പെട്ടു. രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ 11 വയസ്സായ കൊച്ചാണ്. ബേസിൽ നിന്നാണ് മോൻ്റെ പേര്. അവൻ TV-യും മൊബൈലും ഇപ്പോഴും കണ്ട് അതിന് അഡിക്റ്റായി. പറഞ്ഞു ആദ്യമൊക്കെ നന്നായിട്ട് 80% മാർക്കുണ്ടായ കുട്ടിയാണ്. നേരെ കീഴോട്ട് പോന്നു. ഒരു അക്ഷരം എഴുതാനും വായിക്കാനും പറ്റാത്തൊരു സാഹചര്യം പോന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടിത്തയിലും നെറ്റിക്ക് എന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവന് ഉപ്പും തേനും കൊടുത്ത് അങ്ങനെ ഇപ്പം അവൻ പഠിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെക്കാളെ കുസൃതിയൊക്കെ കുറഞ്ഞു. ഇപ്പം മമ്മി എനിക്ക് വായിക്കണം പഠിക്കണം എന്നുള്ള ചിന്ത കൊച്ചിൻ്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മൂന്നാമത്തെ നിയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ അനിയത്തിയാണ്. അവൾക്ക് 2 ആഴ്ച മുമ്പ് അവന് ചെറിയൊരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു, അപ്പച്ചനും അനിയത്തിക്കും. അങ്ങനെ അവളുടെ കണ്ണ് ശരിക്കും ചതഞ്ഞ് കണ്ണ് ശരിക്കും അടഞ്ഞു പോയി. കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ കണ്ണ് ശരിക്കും ചുമന്ന് ശരിക്കും ചോര പോലെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ കാലൊക്കെ വെച്ച് മുറിഞ്ഞു. അങ്ങനെ ഇടിച്ച വഴി വണ്ടി സൈഡ് ഒതുക്കി ഇവള് നിർത്തിയതാണ്. പക്ഷെ പിന്നാലെ വന്ന് ഓവർടേക്ക് ചെയ്ത് ബൈക്ക് വന്ന് ഇടിച്ച വഴി ബോധം കേട്ട് വീണു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് മരുന്നൊക്കെ കൊടുത്ത് വിട്ടു. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നു പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് CT സ്കാൻ ചെയ്തു, ന്യൂറോനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു അന്ന് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലിസി കാണിച്ച് ന്യൂറോനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആക്സിഡൻറ്റ് കേസായിരുന്നു, ന്യൂറോൾസിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂറോളജിനെ കാണിച്ചപ്പോൾ പറഞ്ഞു കാഷ്വാലിറ്റി കാണിക്കാൻ പറഞ്ഞു. പക്ഷേ കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ വീണ്ടും ന്യൂറോളജിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ അഡ്മിഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ CTയിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അവർ പറഞ്ഞു MRI ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചേച്ചി കൃപാസന പള്ളിയിൽ പത്രം കൊണ്ട് തന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് 3ാമത്തെ ഉടമ്പടി എടുത്തതാണല്ലോ, മേടിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇത് മേടിക്കാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ പത്രം മേടിച്ചു, അത് വായിച്ചു, ഓരോ സാക്ഷ്യങ്ങൾ കേട്ടു. അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം, എൻ്റെ കൊച്ചിനൊരു കുഴപ്പം പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ബെഡൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മരുന്ന് തരാം, ഇനി ഛർദ്ദിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വയറ് വീർത്തു, പെട്ടെന്ന് നല്ല പനിയും വിറയിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് അപ്പോൾ LFE കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക കൊടുക്കണ്ട, ഇവിടുത്തെ മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ മരുന്ന് കൊടുക്കണേക്കാളും മുമ്പ് ഇവർക്ക് വയറ് വീർത്ത് കണ്ണ് ശരിക്കും അടഞ്ഞ് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം പനി കൂടിപ്പോയപ്പോൾ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തോടെ പ്രാർത്ഥിച്ചതാണ്. എനിക്ക് 1 മണിക്കൂറിനുള്ള ആ വയറുവീർക്കൽ കുറയണം, അതേപോലെ ആ പനി മാറ്റിക്കിട്ടണം, എൻ്റെ മോളിൽ നടന്നു തുടങ്ങണം, കണ്ണിൻ്റെ കറുപ്പ് നിറം, ആ ചതവ്, ആ കറുപ്പ് നിറം പോകാനായിട്ട് എനിക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ സാധിച്ചു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ 3 ദിവസം ആയില്ല. 3ാമത്തെ ദിവസം വൈകുന്നേരം എത്തുന്നേക്കാളും മുമ്പ് ആ കണ്ണിൻ്റെ പോളപ്പുറത്തെ കറുപ്പ് നിറം പോയി. അതേപോലെ തന്നെ ആ കണ്ണിന് നീര് പൂർണ്ണമായിട്ടും പോയി. ഒരു 4-5 ദിവസമായപ്പോഴേക്കും ആ കണ്ണിൻ്റെ ചുറ്റുപാടുള്ള കറുപ്പ് ആ ഷെയ്ഡ് പോയി. പിന്നെ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പുരട്ടി. ഇപ്പം ആള് വലിയ കുഴപ്പമില്ലാത്ത ഇപ്പം നടക്കാം. ആളാണ് ഇപ്പം എൻ്റെ കൂടെ വന്നേക്കണത്.